വീക്കെൻഡ്സ് ഒക്കെ വരുമ്പോൾ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ വീട്ടിൽ വരാറുണ്ട്. കൊച്ചു കൊച്ചു പാർട്ടീസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പാർട്ടീസിൽ ഒരു സ്റ്റാർട്ടർ ഉണ്ടാക്കി സ്റ്റാർ ആയാലോ? യെസ്, പുതിയ വീക്കെൻഡ് ഡിലൈറ്റ്സിൽ മായ അഖിൽ പ്രിപ്പയർ ചെയ്യുന്ന ടർക്കിഷ് ചിക്കൻ കെബാബ് വിത്ത് ബാബ ഗണോഷ്. വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. കെബാബിന് വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാംസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് സ്ക്വയറിനകത്ത് വെക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്താണ്. അതിലേക്ക് 3/4 കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഒരു വലിയ സ്പൂൺ നാരങ്ങ നീര്, ഏകദേശം ഒരു അരമുറി നാരങ്ങയുടെ നീര് മതിയാവും. അപ്പം വെളുത്തുള്ളി ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് അരിഞ്ഞത്, കാശ്മീരി മുളക് പൊടി, ജീരകം പൊടി, സിനമൺ പൗഡർ അതൊരല്പം മതി, 1/2 ടീസ്പൂണോളം മതിയാവും, കുരുമുളക് പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഒലിവ് ഓയിൽ. ചിക്കൻ ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് ഒരു രാത്രി മുഴുവൻ നമുക്കൊന്ന് വെക്കണം. ഇല്ലെങ്കിൽ മിനിമം 2 മണിക്കൂറെങ്കിലും നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ഇതിലേക്ക് നല്ലപോലെ അതിൻ്റെ മാരിനേഷനൊക്കെ പിടിക്കുള്ളൂ. ഇനി കുറച്ച് സമയം വെക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ചിക്കനിലോട്ട് ചെറുതായിട്ടൊന്ന് ഫോർക്ക് കൊണ്ടൊന്ന് പിയേഴ്സ് ചെയ്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്താലും നന്നായിരിക്കും. നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. ഇത് ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ എടുക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമ്മൾ ചിക്കൻ പുറത്തെടുത്ത് അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞത് അതും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. സവാളയിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കണം. അല്പം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിയുമ്പം ചുരുണ്ടു പോകും. ഇതുകൂടി ഒന്ന് വെച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. ചിക്കനും സവോളയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനി ഒരു സ്ക്യൂവറിലോട്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ചിക്കൻ എടുക്കുക. അനിയൻ്റെ പീസ്, ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് സ്ക്യൂവേഴ്സിലാക്കിയ ചിക്കൻ ഒരു 500 ഡിഗ്രി ഫാരൻഹീറ്റിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ ഒരു 10 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്യാം. കെബാബ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മെൽറ്റഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അല്പം കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഗാർലിക് പൗഡർ, അല്പം നാരങ്ങാ നീരും, 1/4 ടീസ്പൂൺ പെപ്രിക്ക പൗഡറും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു 10-12 മിനിറ്റ് നമ്മൾ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മെൽറ്റഡ് ബട്ടറിൻ്റെ ആ മിക്സ്ചർ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മറച്ചു വെക്കാം. കെബാബിന് സൈഡായിട്ട് നമ്മൾ ഒരു ടിപ്പ് പോലെ ബാബ ഗണോഷാണ് പ്രിപ്പയർ ചെയ്യുന്നത്.
അതിന് വേണ്ടിയിട്ട് ഒരു വഴുതനങ്ങ എടുത്ത് നല്ല പോലെ നമ്മളൊന്ന് ചുട്ടെടുക്കണം. വഴുതനങ്ങ വെന്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പം തണുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അകത്തെ ഫ്ലഷ് ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കണം. അരിയൊക്കെ കളഞ്ഞിട്ട് അതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പ് ചെയ്തെടുത്ത വഴുതനങ്ങയുടെ ഫ്ലഷ് നമുക്കൊരു ജാറിനകത്തോട്ട് ഒന്നാക്കി കൊടുക്കാം. ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, 1.5 സ്പൂൺ തഹിനി സോസ്, അല്പം നാരങ്ങാനീര്, പാകത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഒരു തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പാഴ്സ്ലി ലീവ്സ് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ബാബ ഗണോഷ് റെഡി ആയിട്ടുണ്ട്. ടർക്കിഷ് ചിക്കൻ കബാബ് വിത്ത് ബാബ ഗണോഷ് റെഡിയാണ്.